അന്നത്തെ ഒരു ചിത്രീകരണ രീതി ഞങ്ങളൊക്കെ മദ്രാസിൽ വന്നപ്പോൾ കേട്ടിട്ടുള്ള ഒരു കഥകളാണ്. അതായത് സ്റ്റുഡിയോയിലാണല്ലോ, മിക്കവാറും ഫ്ലോറുകളിലാണല്ലോ ഷൂട്ടിങ്. ഇപ്പോൾ സാർ ഒരു ദിവസം തന്നെ 3 സിനിമകളൊക്കെ ചിത്രീകരിച്ച ദിവസം ഉണ്ടായിട്ടുണ്ട് അല്ലേ? 3 ഫ്ലോറിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒന്നിലധികം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? നിവൃത്തിയില്ലാതെ വന്ന അവസരത്തിൽ 3 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്രെഡിറ്റായിട്ട് പറയുകയല്ല, ആവശ്യങ്ങൾ അതുപോലെ പല പ്രഷറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴേക്ക് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഈ ഒരു വർഷം 13 പടം ചെയ്തെന്ന് ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേക്ക് സത്യം പറയുകയാണെങ്കിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹൃദയം കാര്യപ്പിടിച്ചു സാർ. ഒരു വർഷം 13 സിനിമ ചെയ്യുക, അതിൽ 10 സൂപ്പർ ഹിറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാനൊരു കാര്യം പറയാം. ബൈബിളിൽ ഒരു വാചകമുണ്ട്, അവൻ്റെ ദാസന്മാരെ അവൻ വിശ്വസിച്ചു, അവരെ അവൻ സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ്റെ നാമം അവരുടെ നെറ്റിമേൽ എഴുതപ്പെട്ടിരുന്നു. അവർ തോളോട് തോളുരുമ്മി ഗോതമ്പ് വയലുകളിൽ പണിയെടുത്തു, ഒന്നിച്ച് വിയർപ്പൊഴുക്കി. ഫലം എടുത്തപ്പോൾ അവിശ്വസനീയമായ വിധത്തിൽ ഇരട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത്. എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നോടൊപ്പം നീങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇത് അവരെ അത് മനസ്സിലാക്കി കൊടുക്കരുതും, അവൻ വലുതായി പോവും. എൻ്റെ കൂടെ നിന്നിരുന്നവർ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ശക്തി. അവരില്ലായിരുന്നെങ്കിൽ ഇത് അസാധ്യമായിരുന്നേനെ. വണ്ടിൽ 13 പടമെടുക്കുക എന്നുള്ളതിൻ്റെ പിന്നിൽ എന്നെ ഏറ്റവും വലിയ ശക്തിയായി സഹായിച്ചത് എൻ്റെ പ്രിയങ്കരായ അസിസ്റ്റൻസാണ്. ഇപ്പോൾ പഴയ കാലത്ത് 3 സിനിമകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇപ്പോൾ മിക്കവാറും ഈ 3 സിനിമയിലും പ്രേം നസീർ ആയിരിക്കും നായകൻ. തീർച്ചയായിട്ടും കാര്യമുണ്ടല്ലോ. കാര്യമുണ്ടല്ലോ ഒരു 3 സ്ക്രിപ്റ്റ് നമ്മുടെ ഈ കിട്ടിയാൽ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് യാതൊരു കുഴപ്പമില്ല. അത് ചില പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഒന്നിനും ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. 2 പേരുടെ ഇപ്പം ഞാനും പിന്നെ നമ്മളുമായിട്ടുള്ള സജഷനിൽ പിന്നെ 2 പേരുടെയും ഡയലോഗ് എടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ. ആ സജഷനിൽ എൻ്റെ മുൻഭാഗവും നമ്മുടെ മുൻഭാഗവുമാണ് വരുന്നത്. കൗണ്ടർ വരുമ്പോഴേ നമ്മുടെ പിൻഭാഗവും എൻ്റെ പിൻഭാഗവും വരും. ഇത് കഴിഞ്ഞ് ഇൻ്റർകട്ട് ഇത് ചെയ്യുമ്പോഴേക്ക് പിന്നെ ക്ലോസ് ഷോട്ട് വരുന്നു. ഈ ക്ലോസ് ഷോട്ട് സാധാരണഗതിയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇപ്പോൾ നമ്മുടേത് എടുത്തു, അത് കഴിഞ്ഞിട്ട് ആ ലൈറ്റിങ് അവസാനിച്ചിട്ട് ഇപ്പുറത്ത് ലൈറ്റ് ചെയ്ത് ഇവിടുന്ന് എടുക്കുന്നത്. പക്ഷെ ഞാൻ എടുക്കുന്നത് ഇവിടെ മാത്രമേ ലൈറ്റപ്പ് ചെയ്യത്തുള്ളൂ. ഈ ലൈറ്റപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം പുറകുവശത്ത് ഒരു പിക്ചർ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മാറി. അത് കേട്ടിട്ടുണ്ട് സാർ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ക്ലോസപ്സ് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്നത്. അതുപോലെ രാവിലെ ഫ്രഷ് ആയിട്ട് വന്നാൽ ആദ്യം ചെയ്യുന്നത് പിക്ചറിൻ്റെ കംപ്ലീറ്റ് എടുക്കാനുള്ള സീൻ വായിച്ച് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ക്യാമറാമാനെയും അസിസ്റ്റൻ്റെയും കൂടെ വിട്ടേക്കും. പോയി അവർ കംപ്ലീറ്റ് ചെയ്തെടുത്തുള്ളൂ. ക്ലോസ് ഷോട്ട്സ് എടുത്ത് കംപ്ലീറ്റ് ഇവിടെ വരുമ്പോഴേക്ക് തീർന്നിരിക്കും. കമ്പൈൻ ഷോട്ട്സ് എടുത്താൽ മതി. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന് സാറൊക്കെ ചെയ്ത കാലത്ത് ഞങ്ങൾക്ക് അതൊക്കെ അത്ഭുതമാണ്. ഞങ്ങൾ ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ കൂടി കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സിനിമയിൽ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, മോണിറ്ററിൽ നോക്കിയിട്ട് ഫ്രെയിമൊക്കെ ഫിക്സ് ചെയ്ത് കസേരയിൽ ഇരുന്നാൽ മതി. അവർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് നടക്കണമെന്നുള്ളത്. മറ്റേത് ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. ആ ജഡ്ജ്മെൻ്റൊക്കെ സത്യത്തിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച സാറിനെ പോലുള്ള സംവിധായകരുണ്ട്. കൃത്യമായിട്ട് ഇന്ന ലെങ്ത്ത്, അതേപോലെ തന്നെ ക്യാമറയിൽ കൂടി നോക്കാണ്ട് തന്നെ ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തെ സംവിധായകർക്ക് ഉണ്ടായിരുന്നതാണ്. അത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഉള്ളവർ. ചില സിനിമകളിപ്പോൾ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കാർട്ടൂൺ പരമ്പരയാണ് ടോംസിൻ്റെ ബോബനും മോളിയും സാറാണ് സിനിമയായിട്ടുള്ളത്. അതെ, അതേപോലെ തന്നെ എൻ്റെയൊക്കെ എല്ലാ കാലത്തെയും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് വൈക്കം ബഷീറിൻ്റെ ബാല്യകാലസഖി. അത് സാറ് സിനിമയാക്കിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ സാറിൻ്റെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കാവാലം ചുണ്ടൻ ഇല്ലേ? അതിലെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ എന്നുള്ള പാട്ട് എന്നും കുട്ടനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു പാട്ട് തന്നെയാണ്. സത്യമാഷും ഒക്കെ അഭിനയിച്ചുള്ള സിനിമ. അത് ആരുടെ സിനിമ ഏതായിരുന്നു സാർ? കഥയൊക്കെ ആരുടെയായിരുന്നു? എൻ്റെ അമ്മ കുട്ടനാട്ടുകാരത്തിയാണ്, കാവാലത്ത്.
രാത്രിയിൽ വിദ്യാഭ്യാസമൊന്നുമില്ല, മക്കളെ ഉറക്കാനായിട്ട് അതിമനോഹരമായ കുട്ടനാടൻ കഥകൾ പറയുന്നു. അപ്പോൾ മറ്റിടത്ത് ചുണ്ടൻവള്ളത്തിൻ്റെ കാര്യം, ഈ ചുണ്ടൻവള്ളത്തിൻ്റെ മറ്റത് കുറച്ചതെല്ലാം പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു വളർന്നു വന്ന പശ്ചാത്തലത്തിൻ്റെ ചുറ്റുപാടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇതിനെ സംബന്ധിക്കുന്നത്. അങ്ങനെ കേട്ട കഥകളിൽ എൻ്റെ മനസ്സിൽ വളരെ കാലമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ഇത് ചുണ്ടൻവള്ളത്തെ വെച്ചൊരു കഥ എടുക്കണം. അങ്ങനെയാണ് ഒരു കഥയ്ക്ക് രൂപം കൊടുത്ത് ഇതാദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തോപ്പിലാശാനുമായിട്ടാണ്. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി. അതിമനോഹരമായിട്ട് എഴുതിയിരുന്നു, നല്ല പാട്ടുകളുമായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാക്കിയൊരു ഇതാണ്, ഒരു നല്ല പടമെടുക്കണം എന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ശശികുമാറിൻ്റെ പടത്തിന് കിട്ടിയ സ്വീകരണം പടങ്ങളെ പോലെ കിട്ടിയില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ സാറിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് അത്തരം പടമല്ല പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് സംഭവിച്ചായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് കുട്ടനാടിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ, വള്ളത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ വരുന്നത്. ഞാനതിനുശേഷം ഒരു സിനിമ, അതെ, അതിമനോഹര ഒരു പാട്ടുണ്ട്. ഞാനതിന് അതേപോലെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഈ വള്ളം പണിയുന്ന കഥ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആ സിനിമകളുടെ ഒരു പ്രസക്തി വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ നിലനിർത്തുന്നതിൽ അത്തരം സിനിമകൾക്ക് ഒരുപാട് വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു.